ബ്യൂട്ടിഫുൾ ലൂപ്സ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്കാർഫാണ്. ഇതാണ് ആ സ്കാർഫ്. ഇത് ഞാൻ US-ലുള്ള എൻ്റെ നീസിന് വേണ്ടിയിട്ട് ചെയ്ത സ്കാർഫാണ്. ഈ സ്കാർഫ് വളരെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അപ്പോൾ കേരളത്തിലും എല്ലാവർക്കും എന്താ പറയുക, ഓരോ വീട്ടിൽ ഒരാൾ വെച്ചെന്നുള്ള പോലെയൊക്കെ പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ കൂടി പറ്റിയൊരു ഐറ്റമാണ് ഈ സ്കാർഫ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് അക്രിലിക് യാൺ വെയ്റ്റ് 4. ഇത് ഹോബി സ്റ്റോറിൻ്റെ ബ്രൈറ്റ് റെഡ് കളറാണ്. ഹുക്ക് യൂസ് ചെയ്തിരിക്കുന്നത് 5mm ഹുക്കാണ്. ഇതിൻ്റെ ഫസ്റ്റ് റോ മാത്രം ഞാൻ 5.5mm ഹുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സിസേഴ്സ്, ഡാണിങ് നീഡിലും സ്റ്റിച്ച് മാർക്കറും. ആദ്യം തന്നെ 5.mm ഹുക്ക് എടുത്തിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യുക. അതിനുശേഷം ഒരു 250 ചെയിനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 65 ഇഞ്ചിൻ്റെ സ്കാർഫ് കിട്ടും. ഞാൻ ഒരു 20 ചെയിൻ വെച്ചിട്ടാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്. സോ 20 ചെയിൻ ചെയ്യാൻ പോവാണ്. എത്ര ചെയിനാണോ വേണ്ടത് അത്ര ചെയിൻ എടുത്തിട്ട് ഒരു +1 ചെയിൻ കൂടെ ചെയ്യണം. സോ ഇപ്പോൾ നമ്മൾ 20 ചെയിൻ ചെയ്തു. ചെയിൻ എല്ലാവരും കൗണ്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം ഒരു +1 ചെയിനും കൂടി ചെയ്യാം. ഇത് നമ്മുടെ ടേണിംഗ് ചെയിൻ ആണ്. സോ ഇപ്പോൾ ടോട്ടൽ 21 ചെയിനായി. ഇനി ഫസ്റ്റ് ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യുകയാണ്. ഈ സെക്കൻഡ് ചെയിനിൻ്റെ ബാക്ക് ബമ്പിലാണ് ഇനി ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ബാക്ക് ബമ്പ്. ഇതാണ് ബാക്ക് ബമ്പ്. ഇതാണ് സെക്കൻഡ് ചെയിനിൻ്റെ ബാക്ക് ബമ്പ്. ഞാൻ ഹൂക്ക് ചേഞ്ച് ചെയ്യാണ്. 5mm ഹൂക്കാണ് യൂസ് ചെയ്യുന്നത്. യാൺ ഓവർ, ഈ ബമ്പ് ബാക്ക് ബമ്പ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കയറ്റി കൊടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇത് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് വയ്ക്കുക. സെക്കൻഡ് ഹാഫ് ഡബിൾ ക്രോഷ്യ ഒക്കെ ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് പിടിച്ചു കൊടുത്താൽ മിഡിലെ ലൂപ്പ് ടൈറ്റായി പോവില്ല.
ഇത് ഈ റോഡ് എൻഡ് വരെ ചെയ്യണം. ഈ റോഡ് എൻഡ് ആവാനായി ഇനി ഒരു 3 ബാക്ക് ബമ്പ് കൂടിയേ ഉള്ളൂ. ലാസ്റ്റിലത്തെ ബാക്ക് ബമ്പ് മിസ്സാവാതെ തന്നെ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ചെയിൻ്റെ നമ്പർ കറക്റ്റ് അല്ലേന്ന് നോക്കുക. ഓരോ റോ കഴിയുമ്പോഴും ചെയിൻ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ 20 ഹാഫ് ഡബിൾ ക്രോഷേ കഴിഞ്ഞു ബാക്ക് ബമ്പിൽ. ഇനി ചെയിൻ 1 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യാം. ഇപ്പം നമുക്ക് കാണാം ഇതിന് 2 സൈഡിൽ ചെയിൻ ഉണ്ട്. ഒരെണ്ണം ഇതിൻ്റെ സൈഡ് വ്യൂ ആണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു വ്യൂ ആണിത്. ഒരെണ്ണം ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂയിലുള്ള ചെയിനെ നോക്കുക. ആ ചെയിനിൻ്റെ നമ്മുടെ സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ 4 ലൂപ്പ്. സോ ഇത് സൈഡിലുള്ള ചെയിനാണ്. ഇതാണ് ഇതിൻ്റെ ടോപ്പിലുള്ള ചെയിൻസ്. ഈ ടോപ്പിലുള്ള ചെയിൻസിൻ്റെ നമ്മുടെ സൈഡിലേക്കുള്ള ചെയിൻ, ഈ ചെയിനാണിതിൻ്റെ, ഈ പോർഷനാണിതിൻ്റെ ഈ ലൂപ്പ് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഹാഫ് ഡബിൾ ക്രോഷ്യ എല്ലാ സ്റ്റിച്ചിൻ്റെയും ബാക്ക് ലൂപ്പിൽ മാത്രമാണ്. സോ നമുക്ക് നോക്കിയാൽ കാണാം, ഇത് നമ്മൾ ഈ ചെയിൻ 1 ഇതിൻ്റെ ടേണിങ് ചെയിൻ ആയിരുന്നു. ഈ ചെയിനിലാണ്, ഈ സ്റ്റിച്ചിലാണ് നമ്മുടെ ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യ വരുന്നത്. എല്ലാ റോയുടെയും ഫസ്റ്റും ലാസ്റ്റും സ്റ്റിച്ചിൽ ഞാൻ 2 ലൂപ്പും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്റ്റിച്ചസിലും ബാക്ക് ലൂപ്പിൽ മാത്രമാണ് ചെയ്യുന്നത്. ഒരു വലിയൊരു ഹോള് വരും ഈ ഫ്രണ്ടിൽ, ലാസ്റ്റിലത്തെയും ഫസ്റ്റിലത്തെയും ചെയിൻ്റെ ബാക്ക് ലൂപ്പ് മാത്രം ചെയ്യും. അതുകൊണ്ടാണ് ഈ 2 സൈഡ് മാത്രം ഫസ്റ്റ് വരണ ചെയിനിൽ 2 ലൂപ്പ് കൊടുത്തിട്ടാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. സോ ഈ ചെയിൻ അല്ല, ഈ ചെയിൻ, ഇതല്ല, ഇതിൻ്റെ 2 ലൂപ്പും. ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനിയുള്ള എല്ലാ സ്റ്റിച്ചിലും ബാക്ക് ലൂപ്പിൽ മാത്രമാണ് ചെയ്യുന്നത്. അധികം ടൈറ്റായിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് സ്കാർഫാണ്.
ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് പിടിച്ചു കൊടുത്താൽ ഈ മിഡിൽ ലൂപ്പ് ടൈറ്റായി പോവില്ല, അത് വലിച്ചെടുക്കാൻ അത്ര ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഇതിൻ്റെ എൻഡ് വരെ ചെയ്യണം. എൻഡിലത്തെ ലൂപ്പിൽ ബാക്ക് ലൂപ്പും അല്ല, 2 ലൂപ്പും കൂടി പിടിച്ചിട്ട് വേണം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട്. ഇതിൻ്റെ എൻഡ് വരെ ചെയ്യാം. ഈ റോഡ് എൻഡ് ആവാനായി. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചിൽ 2 ലൂപ്പും കൂടെ ചെയ്യണം. കൺഫ്യൂഷൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ റോയിൻ്റെയും ഫസ്റ്റും ലാസ്റ്റും റോയിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വയ്ക്കുക. സോ ഈ റോ എൻഡായി, ഇതതിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചായിരുന്നു. ഞാനൊരു സ്റ്റിച്ച് മാർക്കർ വയ്ക്കുകയാണ്. ഇനി ചെയിൻ 1 ചെയ്യുക, ടേൺ ചെയ്യാം. ഇനി ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച ചെയിനിൽ 2 ലൂപ്പ് ചേർത്തിട്ട് വേണം ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാനായിട്ട്. ബാക്കി എല്ലാ സ്റ്റിച്ചിൻ്റെയും ബാക്ക് ലൂപ്പ് മാത്രം. ഇത് നമ്മുടെ സൈഡിലുള്ള ലൂപ്പാണ്, ഇത് മേലെയുള്ളതാണ് ഇതിൻ്റെ ബാക്ക് ലൂപ്പ്. ഈ പാറ്റേൺ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഫസ്റ്റ് റോ ബാക്ക് ബമ്പിൽ ചെയ്യുന്നത് മാത്രമാണ് ചിലപ്പോൾ ഒരു ഇത്തിരി ട്രിക്കി ആയിട്ടുള്ള പാട്ടുള്ളൂ. ബാക്കി അത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് ഇത് എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതിന് ഇനി ഒരു 3-4 റോ കൂടി ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ എങ്ങനെ വരും എന്നുള്ളത് അവസാനമാകുമ്പോഴേക്കും. ഇത് നമ്മൾ ചെയിൻ എടുത്തത് ഇതിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ടാണ്. ഇനി ഒരു 6 ഇഞ്ച് വിഡ്ത്ത് ആവുന്ന വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. എല്ലാത്തിലും ഓരോ റോയിലും ഫസ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യുന്ന ഹാഫ് ഡബിൾ ക്രോഷയും ലാസ്റ്റ് സ്റ്റിച്ചിൽ ചെയ്യുന്ന ഹാഫ് ഡബിൾ ക്രോഷയും 2 ലൂപ്പ് എടുത്തിട്ട് ചെയ്യണം. ബാക്കി എല്ലാ സ്റ്റിച്ചിലും ബാക്ക് ലൂപ്പിൽ മാത്രമാണ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത്. സ്കാർഫിന് ഓൾറെഡി പാറ്റേൺ ഒക്കെ ഫോം ആയിട്ടുണ്ട്. സോ ഇവിടെയാണ് റേസ്ഡ് റിബ്സ് വരുന്നത്. ഞാനിനി ഇതിൻ്റെ ഓരോ റോയും കൂടി ചെയ്ത് കാണിച്ചു തരാം. 2 ലൂപ്പും ചെയിൻ 1, ടേൺ, 2 ലൂപ്പിലും കൂടെ 2 ലൂപ്പിലും കൂടെ ഹാഫ് ഡബിൾ ക്രോഷേ. എല്ലാ റോയിൻ്റെയും ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ ഇടുക. ബാക്കി എല്ലാ സ്റ്റിച്ചസിലും ബാക്ക് ലൂപ്പിൽ മാത്രം. എല്ലാ റോയും കഴിയുമ്പോൾ കറക്റ്റായിട്ട്
സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് മാത്രം നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ എപ്പോഴും 2 ലൂപ്പിലും കൂടിയാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ വരുന്നത്. ഇതിൻ്റെ 2 സൈഡും ഒരേപോലെ തന്നെയാണ് ഈ സ്കാർഫിന് വരുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു ചെയിൻ 1 ചെയ്തിട്ട് ഞാൻ കട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ടാസിൽസ് ആഡ് ചെയ്യുന്നത് നോക്കാം. ടാസിൽസ് ആഡ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുക്കുക. ഇതൊരു 3-4 പ്രാവശ്യം വൈൻഡ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു പോർഷനിൽ അതായത് ഈ ഒരു റൈസ് ചെയ്തിരിക്കുന്ന റിപ്പിൻ്റെയും ഈ ഒരു റൈസ് ചെയ്തിരിക്കുന്ന റിപ്പിൻ്റെയും ഇടയിലായിട്ട് ഒരു സ്ഥലത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഹുക്ക് താഴേന്ന് മേലേക്ക് ഇടുക. ഇത് അതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. അതിനുശേഷം ഈ ഹോളിൽ കൂടെ എല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് ഇതിന് ടാസിൽ ഇടുന്നത്. ഈ ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത അവിടുത്തെ ഇതും എൻഡ് ചെയ്തെടുത്ത ഇതെല്ലാം നമ്മളിതുപോലെ തന്നെ ഈ ഒരു സൈഡിലും കൂടി ടാസിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്ക് ആ ഹോളിലേക്ക് ഈ സ്ട്രാൻഡ്സ് കയറ്റി കൊടുത്താൽ മതി. ഇതിന് വീവിങ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് ടാസിൽ ചെയ്യുന്നത് ഞാനിതിന് മുന്നത്തെ സ്കാർഫിൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ ആ സ്കാർഫിൻ്റെ ലിങ്ക് ഞാനിതിൻ്റെ മേലെ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ആ സ്കാർഫും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അത് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്ന് റെഡി ആയിരിക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ തന്നെ ഒരു സ്കാർഫും കൂടെ ഞാനിതിന് മുന്നത്തെ ഒരു എപ്പിസോഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻഡ് സ്ക്രീനിൽ തരാം. താങ്ക് യു ഫോർ വാച്ചിങ്.